നമ്മൾ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള പായസ റെസിപ്പി ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. മക്കാന പായസമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ റെസിപ്പി കണ്ടിട്ട് എല്ലാവരും ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നെയ്യ് ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 2 കപ്പോളം മക്കാന ആഡ് ചെയ്ത് കൊടുക്കാം. ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവുകയൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ടോസ്റ്റായി വന്നാൽ മതി. കളർ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഹെൽത്ത് ബെനിഫിറ്റ് ഒരുപാടുള്ള ഒരു സീഡാണ് കേട്ടോ മക്കാന എന്ന് പറയുന്നത്. വെയിറ്റ് ലോസിനെ ഹെൽപ്പ് ചെയ്യാനായാലും അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് ഫംഗ്ഷൻസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യിക്കാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സീഡാണിത്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഇതൊന്ന് ടോസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. കുറച്ചും കൂടി ഒന്ന് ടോസ്റ്റ് ആയതിനു ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അത് ഏകദേശം ആയി വന്നിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് ചൂടാറാൻ വയ്ക്കാം. റോസ്റ്റ് ചെയ്ത് വെച്ച താമര വെറ്റുന്ന 1/2 കപ്പോളം ഞാനിപ്പോൾ ഒന്ന് പൊടിക്കാൻ വേണ്ടിയിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മിക്സിയിൽ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നനവൊന്നും ഇല്ലാത്ത മിക്സി ജാറിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 2-3 ഏലക്കായയുടെ കുരു ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 5 അണ്ടിപ്പരിപ്പ് കേട്ടോ. അതുപോലെ തന്നെ ഒരു പിഞ്ച് സാഫ്രോൺ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പൗഡറായിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കുക. നമുക്ക് ഒരു സോസ് പാൻ വെച്ചിട്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങി ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ബദാമൊക്കെ ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം കേട്ടോ. പായസത്തിന് ഒരു സെപ്പറേറ്റ് ടേസ്റ്റ് കിട്ടും. അപ്പോൾ പാത്രം ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പോൾ നമുക്ക് കുറച്ച് മുന്തിരിങ്ങ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. റേസിൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. വേണമെങ്കിൽ ബദാമൊക്കെ ഉണ്ടെങ്കിൽ ബദാമും ഇതുപോലെ ചെറുതായിട്ടൊന്ന് സ്കിപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ബദാമൊന്നും അവൈലബിൾ അല്ല, അത് കാരണം ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ബദാം ഇട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാ ഇത് ഏകദേശം ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു പാത്രം വെച്ചിട്ട് 2 കപ്പോളം പാല് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാല് ഓൾറെഡി തിളപ്പിച്ചിട്ട് ചൂടാറ്റിയ പാലാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മക്കാന ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മുഴുവനായിട്ട് ആഡ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് കൈ വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ മുഴുവനോടെയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കുറച്ച് നേരം ഇതിലേക്ക് കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പായസമാണ്. അപ്പോൾ മക്കാന എന്ന് പറയുന്നത് ഹൈ ഫൈബറും അതുപോലെ തന്നെ ലോ കലോറിയാണ് ഉള്ളത്. മക്കാനയൊക്കെ ഫുഡിൽ കൂടുതൽ ഉൾപ്പെടുത്തുന്ന ന്യൂട്രിയൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ലീഡിംഗ് ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റ്സിലും മക്കാന അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഇതൊന്ന് വാങ്ങി ഉണ്ടാക്കി നോക്കണം. ഒരു 5 മിനിറ്റൊക്കെ വേണ്ടു കേട്ടോ അതൊന്ന് ബോയിലാവാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന മക്കാനയും അതുപോലെ തന്നെ കാഷ്യൂ പൗഡറും ആഡ് ചെയ്ത് കൊടുക്കാം. പായസത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനും അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് കുറുകിയിരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ അതിങ്ങനെ പൗഡർ ആക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ലൊരു സ്മെല്ലാണ് വരുന്നത് നമ്മുടെ സാഫ്രോണിൻ്റെയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, ഏലക്കായ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി നല്ലൊരു സ്മെല്ലും വരും. നമ്മുടെ പായസം ഒന്ന് തിളച്ച് വരുമ്പോൾ നന്നായിട്ടൊന്ന് കുറുകിയിട്ടും വരും കേട്ടോ. നമ്മൾ സാധാരണ നോർമൽ അടയും സേമിയയും എല്ലാം കഴിച്ച് മടുത്തവർക്ക് ഇതൊക്കെ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം നമുക്ക് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ്. പഞ്ചസാര ആഡ് ചെയ്യേണ്ടവർക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ മിൽക്ക് മെയ്ഡാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ഫ്ലേവർ ആയാലും മധുരത്തിനായാലും ഞാനിവിടെ ആഡ് ചെയ്യുന്നത് മിൽക്ക് മെയ്ഡാണ്. പാകത്തിലുള്ള മധുരവും ആഡ് ചെയ്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടോ പാകത്തിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഏകദേശം ഇങ്ങനെ ഒട്ടിപ്പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം കൂടി ഇതിൽ ഞാനായിട്ട് ഒന്ന് കുറുക്കിയതിന് ശേഷം നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. പായസം ഇവിടെ ഏകദേശം ശരിയായിട്ടുണ്ട്. നമുക്കിനി നമ്മൾ വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് സാഫ്രോൺ കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതാ നമ്മുടെ മക്കാന പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് സെർവ് ചെയ്ത് നോക്കാം. ഹെൽത്തി ആൻഡ് റിച്ച് ആയിട്ടുള്ള നമ്മുടെ മക്കാന പായസം ഇവിടെ സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും റെസിപ്പി കണ്ടിട്ട് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. കൂടെ കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ഓണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി, നമസ്കാരം.